അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണ് ഈ ആഗോള അയ്യപ്പ സംഘം? അതിന്റെ പ്രസക്തിയായിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിപ്പോ എവിടെ നിന്ന് ചാടി? നിനക്കൊരു ഐഡിയ ഇല്ലേ? ദേവസ്വം ബോർഡിന്റെ പരിപാടിയല്ല, ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് ചെയ്ത് നടത്തുന്ന ഒരു പരിപാടി. ഭയങ്കര കോണാത്തിലെ ചോദ്യങ്ങളാണ്. ഒരു മുഖ്യമന്ത്രി ചെന്നിട്ട് വേറൊരാളെ വിളിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആണ് എന്നുള്ളതാണ്. അല്ല, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. അതാണ് ന്യൂസ് 18ന്റെ കുഴപ്പം. നമുക്കിട്ടെന്ന് വെച്ചല്ലേ? അല്ല അല്ല, നിങ്ങൾക്ക് മനസ്സിലായതല്ല. നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് പറയുന്നതാണ്. അത് പഠിക്കണം, പഠിച്ചിട്ടേ ഇതൊക്കെ പറയാം. ഒന്നും കാണാതെ പട്ടിണി കുളത്തിൽ ചാടില്ല ഭാഗി. കണ്ടല്ല ദേവസ്വം ബോർഡ് അല്ല, ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് ചെയ്തുണ്ടാക്കുന്നവരാണ്. ഈ ആഗോള സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു കൊടുക്കണേ തോന്നിക്കൊള്ളാം പട്ടി. അയ്യപ്പൻ അല്ലെങ്കിൽ തന്നെ എല്ലാ ലോകം മൊത്തം അറിയുന്ന ഒരാളാണ്. ആ ഗോളത്തിൽ, അതായത് ലോകം മുഴുവൻ അറിയാത്ത സ്ഥലത്തേക്ക് കയറി വ്യക്തമായില്ലേ ചെല്ലുക എന്നുള്ളൊരു രീതിയിലാണ് ഈ ആഗോള അയ്യപ്പ സംഘം എന്ന്. അത് നല്ല കാര്യമല്ലേ? ഒരു കാര്യം ഇവിടെ സംസാരിക്കുമ്പോൾ കണ്ണ് അങ്ങോട്ട് പോകരുത്. അല്ല, ആരെ നോക്കാൻ പാടില്ല. ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണ് ഇവിടെ ഇരിക്കും. ചൂടാവല്ലേട്ടെ ഇങ്ങനെ. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. പത്രപ്രവർത്തകർ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പത്രപ്രവർത്തകരെ മറ്റുള്ളവർ നോക്കി. ഞാൻ ആരാ ഏട്ടാ? ഇവിടെ അയ്യപ്പ സംഗമമാണ്. അയ്യപ്പനെ പറ്റി മാത്രം. അയ്യപ്പൻ എന്ന് ജനിച്ചു, അയ്യപ്പൻ പന്തള മഹാരാജാവിന് എങ്ങനെ കിട്ടി, അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി ഞാനൊന്ന് തുമ്മിയാലിവിടെ വർഗീയ ലഹളം നടക്കും. അതിന്റെ ഇടയിൽപ്പെട്ട നീ മയ്യത്ത. ഞാൻ ചോദിക്കട്ടെ, എന്നാ കിട്ടി? അതുപോലെ അറിയാം. പിന്നെ എന്തിനാ ഇതും തൂക്കി വെച്ചോണ്ട് ഇറങ്ങിയത്? അയ്യപ്പ സംഗമം എടുക്കാൻ അതൊക്കെ അറിയണ്ടേ? അപ്പൊ പിന്നെന്താ പഠിക്ക? അങ്ങനെ ആലോചിക്കും. രഞ്ജിത്തെ മനസ്സിലായോ? ചക്രക്കട്ട പോരെ പോരെ. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി.